നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിമ കലിംഗൽ ഒരു ഷോർട്ട് പാവാട ഇടുകയും റിമ കലിംഗലിന്റെ തുട കാണിച്ചതും വലിയ വാർത്തയും വിവാദവുമാക്കിയ മുഖ്യധാരാ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിമ കലിംഗലിനെതിരെ ഗായിക സുചിത്ര നടത്തിയ വെളിപ്പെടുത്തലുകളും മുക്കിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്കെതിരെ പരിഹാസവർഷവുമായി സോഷ്യൽ മീഡിയ രംഗത്ത് വരികയാണ്. റിമ കലിംഗൽ വീട്ടിൽ നടത്തുന്ന ലഹരി പാർട്ടികളെ കുറിച്ചായിരുന്നു ഗായികയുടെ വെളിപ്പെടുത്തൽ. ഇക്കാര്യം പുറത്തു വന്നതിന് പിന്നാലെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയെങ്കിലും മണിക്കൂറുകൾക്കകം എല്ലാം തന്നെ അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇതോടെ ട്രോളർമാർ വിഷയം ഏറ്റെടുത്തു. സുചിത്രയുടെ ആരോപണത്തിൽ പ്രതികരിക്കാൻ ആഷിഖ് അബുവോ റിമ കലിംഗലോ ഇതുവരെ ആർജവം കാട്ടിയിട്ടില്ല. എന്നാൽ ആ ആർജവം ചില മാധ്യമങ്ങളും കാട്ടിയിട്ടുണ്ടെന്ന് ചിലർ തുറന്നടിച്ചു. ഇപ്പോൾ സിനിമയിലെ യഥാർത്ഥ പവർ ഗ്രൂപ്പ് ആരാണെന്ന് മനസ്സിലായെന്നും അവർ പറയുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ നട്ടെല്ല് ചില പുരോഗമന പുകച്ചിൽ സിനിമാക്കാർക്ക് പണയം വെച്ചിരിക്കുകയാണെന്നും അവർ ആരോപിച്ചു. അന്തിചർച്ചകളും മിനിറ്റിന് ബ്രേക്കിംഗും നൽകുന്ന മാധ്യമങ്ങൾക്ക് സിനിമയെ നവീകരിക്കാൻ ലഹരിയുടെ സഹായം തേടുന്നവരെ പുരോഗമനക്കാർ എന്ന വിശേഷിപ്പിച്ച് കവചമൊരുക്കുകയാണ് എന്നും ട്രോളർമാർ വിമർശനം ഉന്നയിച്ചു. അമ്മ എന്ന സംഘടനയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ കാണിച്ചതിന്റെ 100-ൽ 1 അംശമെങ്കിലും നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ ഇത്തരം വാർത്തകൾ നൽകണമെന്നും ചിലർ വെളിപ്പെടുത്തി. റിമ കലിംഗലിന്റെ കരിയർ തകർത്തത് ലഹരിയാണ്. പാർട്ടികളിൽ ലഹരി മരുന്ന് ഒഴുകുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും പാർട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു അഡൾട്ട് പാർട്ടിയിൽ നടക്കാത്ത അത്രയും വലിയ സംഭവ വികാസങ്ങൾ റിമ കലിംഗൽ സംഘടിപ്പിക്കുന്ന ഇത്തരം പാർട്ടികൾ നടക്കുന്നുണ്ടെന്നടക്കം തുറന്നടിക്കുകയാണ് സുചിത്ര. മാത്രമല്ല, സുചിത്ര പറയുന്നുണ്ട്, മുമ്പ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഇവരെ അന്വേഷണ വിധേയമാക്കിയിട്ടുണ്ടെന്ന കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല, ഞാൻ പറയുന്ന സമയത്ത് തന്നെ പണ്ടത്തെ വാർത്തകളുടെ സ്ക്രീൻഷോട്ടുകൾ കൂടി ഒന്ന് കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയുകയാണ് എന്ന് ജനം തെറ്റിദ്ധരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളും സുചിത്ര വ്യക്തമാക്കുകയാണ്. കൊച്ചിയിൽ റെയ്ഡുകൾ നടന്നത് റിമ കലിംഗലിനും ആഷിഖ് അബുവിനും എതിരെയല്ലേ? ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവം പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റിമ കലിംഗലാണ്. റിമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്? റിമ കലിംഗൽ നടത്തുന്ന ലഹരി പാർട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന മലയാളത്തിലെ സംഗീത സംവിധായകരുമുണ്ട്. അവിടെ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ആ സംവിധായകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടിയിൽ ഒരു ചോക്ലേറ്റ് പോലും കഴിക്കാൻ പേടിയാണെന്നും അവർ പറഞ്ഞു. എന്നാൽ സുചിത്ര സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കാര്യങ്ങൾക്കെതിരെ ആരും ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. മാധ്യമങ്ങൾ ഇത് 3 ദിവസം മുൻപ്, അതായത് ഇന്നേക്ക് 4 ദിവസം മുൻപ് ഒരു തമിഴ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സുചിത്ര ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സുചിത്ര ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുൻപും പല കാര്യങ്ങൾ ഇതുപോലെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് തമിഴ് സിനിമയിൽ ഒന്നടങ്കം ചർച്ചയായിട്ടും ഒക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോഴത്തെ റിമ കലിംഗലിനെതിരെ ഈ തുറന്നടിച്ചത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കിയില്ല, എന്തുകൊണ്ട് അത്തരം അന്വേഷണങ്ങളോട്ട് കടന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച.